നിങ്ങളോട് പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറില്ലേ തടി കുറയ്ക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ ചേരും. പിന്നെ ഒരു നേരം ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കും, സാലഡ്സ് കഴിക്കും. പിന്നെ എന്താ പറയുക, കുറേ വെള്ളം കുടിക്കുക, തേനും നാരങ്ങയും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, സപ്ലിമെൻറ്റ്സ്, ഇതൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ തടി ഒട്ട് കുറയുന്നില്ല, ഉദ്ദേശിച്ച പോലെ കുറയണമില്ല. പ്ലസ് എന്താണ് എന്നുള്ളതിൻ്റെ ആങ്സൈറ്റി വരും. ഈ തടി കുറയുക എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ തടി കുറയാത്തത് നിങ്ങൾക്കൊരു ക്രോണിക് ഇൻഫ്ലമേഷനോ ശരീരത്തിനകത്ത്, ഇനി തടി കൊണ്ട് ക്രോണിക് ഇൻഫ്ലമേഷൻ വരാം. ക്രോണിക് ഇൻഫ്ലമേഷൻ ശരീരത്തിലുണ്ടെങ്കിൽ തടി കുറയാതിരിക്കുകയും ചെയ്യാം. ഹോർമോണൽ ഡിസ്ഫങ്ഷൻ, തൈറോയിഡ് സപ്ലിമെൻറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കാര്യമൊന്നുമില്ല. തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഓട്ടോ ഇമ്മ്യൂൺ ആയിരിക്കും. ഇമ്മ്യൂണിറ്റി അബ്നോർമലായിട്ട് വന്ന തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾ തൈറോയിഡ് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് തൈറോയിഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യില്ല, അപ്പോൾ തടി കുറയില്ല. അപ്പോൾ പല രീതിയിൽ ഈ തടി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ അണ്ടർലൈങ് ആയിട്ടുള്ള ഹോർമോൺസ്, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം, മെറ്റബോളിസം, ഇതൊക്കെ നമ്മുടെ വെയിറ്റ് കൂടലും കുറയലും ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അബ്നോർമാലിറ്റീസ് കാണും. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ചിലപ്പോൾ എന്താ പറയുക, ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സൊക്കെ കഴിക്കുകയായിരിക്കും, പക്ഷേ വണ്ണം കൂടി വരും. അതുപോലെ തന്നെ എന്താ പറയുക, ഹൈപ്പോതൈറോയിഡ്, ഇപ്പം ഞാൻ പറഞ്ഞു, സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന ആൾക്കാർ തടി കൂടി വരും. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ജിമ്മിൽ പോയാൽ തടി കുറയൊന്നുമില്ല. പിന്നെ ജിമ്മിൽ പോയിട്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത്? ഈ ജിമ്മിൽ പോയിട്ട് ചെയ്യണ കാര്യങ്ങൾ നിങ്ങളുടെ ഡിസീസ് സ്റ്റാറ്റസുമായിട്ട് കോമ്പാറ്റബിൾ ആണോ? ജിമ്മിൽ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് നിങ്ങളുടെ ഡിസീസ് സ്റ്റാറ്റസായിട്ട് കോമ്പാറ്റബിൾ ആണോ? ഇതെല്ലാം വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ നിങ്ങൾ തടി കുറയാത്തത് നിങ്ങളുടെ രോഗപ്രക്രിയ ബോഡിയിൽ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ രോഗത്തിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോർമൽ വെയിറ്റ് അല്ലെങ്കിൽ നോർമൽ ബോഡി ഫാറ്റിലേക്ക് പോകും. ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസാണ് SBBയിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായും SBB കൺസൾട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും.